അഥവാ തൗഹീദുള്ളവനും അല്ലാഹ് സഹായം കിട്ടും, ശിർക്കുള്ളവനും അല്ലാഹ് സഹായം കിട്ടും. അപ്പൊ അള്ളാഹുവിൽ പങ്കു ചേർത്ത് റബ്ബല്ലാത്തവനെ ആരാധിച്ച് റബ്ബല്ലാത്തവനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർക്കും ചിലപ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കും. അതിന് പല ലക്ഷ്യങ്ങളുണ്ടാവും. ഇയാള് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്നല്ലേ, എന്താ വ്യത്യാസമുള്ളത്? ഞാൻ പ്രത്യേകം പറഞ്ഞത് പരീക്ഷണമാണ്, അല്ലെങ്കിൽ ആദർശമായി ഒത്തുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞ വ്യത്യാസം എനിക്ക് മനസ്സിലായില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഞാൻ പറഞ്ഞതാണ് ഫൈസൽ മൗലവി പറഞ്ഞത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ അതിൽ ഫൈസൽ മൗലവിയുടെ തെറ്റിന്നതാണ് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഫൈസൽ മൗലവിയുടെ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ മുജാഹിദുകൾ പറയുന്ന എന്താണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകില്ല. ആര് നൽകൂല എന്നാ? അള്ളാഹു നൽകൂല. ഈ മരിച്ചുപോയവരെ വിളിച്ചോ വിഗ്രഹങ്ങളെയോ പിശാചുക്കളെയോ അല്ലെങ്കിൽ ശബരിമലപ്പിനെയോ വിഗ്രഹങ്ങൾ ആരെ വിളിച്ചാലും അവരും നൽകൂല. അവർ നൽകൂല എന്നുള്ളതിൽ നമുക്ക് ആർക്കും എതിരഭിപ്രായം ഇല്ല. എന്നാൽ അവരോട് തേടിയാൽ അള്ള നൽകുമെന്നാണ് ഫൈസൽ മൗലവി പറയുന്നത്. അവരോട് പ്രാർത്ഥിച്ചാലും അള്ള നൽകും. അള്ള അവർക്ക് ചിലപ്പം കൊടുത്തേക്കാം, ചിലപ്പം കൊടുക്കുമെന്നാണ് ഫൈസൽ മൗലവി പറയുന്നത്. ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും അദ്ദേഹം പറയുന്നത് ശിർക്കിന് പ്രതിഫലം ഉണ്ടെന്ന് പറയാനാ. അദ്ദേഹത്തിന് ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ശബരിമലയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചിട്ട് കുട്ടീനെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പ്രാർത്ഥിച്ചിട്ട് കുട്ടിയെ കിട്ടിയ? ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് കുട്ടിയെ കിട്ടിയല്ല. കുട്ടിയെ ആദ്യം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന വയസ്സിൽ ഇത്ര സമയത്ത് ഇന്ന കൊല്ലത്തിൽ ഇന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കുട്ടിയെ അള്ളാഹ് ആദ്യമേ നിശ്ചയം. അത് പോയാലും കിട്ടും, പോയില്ലെങ്കിലും കിട്ടും. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടും, പ്രാർത്ഥിച്ചില്ലെങ്കിലും കിട്ടും. പ്രാർത്ഥിച്ചതിന് അള്ളാഹ് കൊടുത്തതല്ല, പ്രാർത്ഥിച്ചതിനോട്ട് കിട്ടൂല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ശിർക്കിന് പ്രതിഫലം കിട്ടും എന്നാ പറഞ്ഞത്. അതാണ് നമ്മൾ എതിർത്തത്. അങ്ങനെ കിട്ടൂല, അത് അള്ള കൊടുക്കുന്ന പറഞ്ഞ. അള്ള കൊടുക്കൂല, അള്ള കൊടുക്കൂല. അത് ഫൈസൽ മൗലവിക്ക് വന്ന തെറ്റാണ്. അള്ള അങ്ങനെ കൊടുക്കൂല. അള്ളാഹു അത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ സമയത്ത് അയാൾക്ക് ഒരു കുട്ടി ഉണ്ടാകും, അല്ലെങ്കിൽ അയാൾക്ക് ഇന്നൊരു പ്രശ്നം തീരും, അല്ലെങ്കിൽ അയാൾക്ക് ഇന്നൊരു ഗുണം കിട്ടും. അത് അവിടെ ചെയ്തത് കൊണ്ട് അല്ല, ആ ശിർക്ക് ചെയ്തുകൊണ്ട് അല്ല പ്രതിഫലം കൊടുക്കുന്നതല്ല. മനസ്സിലായി? അത് അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ച കാര്യം. അത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് വരും, ആ സമയത്ത് കിട്ടുമെന്നാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? നിങ്ങൾ ഇവരോട് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഇവരെ പൂജിച്ചത് കൊണ്ടോ ഇവിടെ പോയത് കൊണ്ടോ അല്ല. നിങ്ങൾക്കിത് മുമ്പേ രേഖപ്പെടുത്തി വെച്ചതാണല്ലോ. അത് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടും. അവിടെ പോയാലും പോയില്ലെങ്കിലും കിട്ടും. പക്ഷെ നിങ്ങൾ ഈ പോയതൊക്കെ എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് വെച്ചൊരു പരീക്ഷണമാണ്. അവിടെ പിശാചിന്റെ വസ്വാസിൽ നിങ്ങൾ പെട്ടുപോയി, നിങ്ങൾ അങ്ങനെയാണെന്ന് വിശ്വസിച്ചു പോയി. അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അത് ശിർക്കാണ്. അള്ളാഹു ഒരിക്കലും അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവരും സഹായിക്കില്ല എന്ന് മാത്രമല്ല, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകൂല. ശിർക്കിന് അള്ളാഹ് ഉത്തരം നൽകൂല. അള്ളാഹു ഇല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല. അള്ളാഹും തരൂല. അവിടെ എങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവരുത്തരം നൽകൂല, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇല്ല, പ്രാർത്ഥിച്ചാൽ കിട്ടൂല. പക്ഷെ ഒരാൾക്കൊരു അവരെന്ത് കാര്യമാണോ, അയാൾ ഒരു കുട്ടിയെയാണോ, അസുഖമാണോ, പ്രശ്നമാണോ, ഒരു കുട്ടിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചതെങ്കിലോ ആ കാര്യം അയാൾക്ക് നടക്കും. അവിടെ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് നടന്നതല്ല. ആ സമയവുമായി സന്ദർഭമായി അത് ഒത്തു വന്നതാണ്. ഇയാൾക്കൊരു പരീക്ഷണമാണ്. അതിപ്പോൾ അയാൾ അവിടെ പോയി പ്രാർത്ഥിച്ചാലും കിട്ടും, പ്രാർത്ഥിച്ചില്ലെങ്കിൽ കിട്ടും, നേർച്ച വഴിപാട് നടത്തിയാലും കിട്ടും, കിട്ടിയില്ലെങ്കിലും കിട്ടും, അമ്പലത്തിൽ പോയാലും കിട്ടും, കിട്ടിയില്ലെങ്കിൽ ഒക്കെ കിട്ടും. അതങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ പോകേണ്ടത്. പക്ഷേ നിങ്ങൾ അങ്ങനെ പോയതും ചെയ്തതും തെറ്റാണ്. നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് പൊറുക്കൽ തേടി നിങ്ങൾ മാറണം. ഇത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതല്ല, ശിർക്കിന് പ്രതിഫലം കിട്ടിയതല്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്താണ്? അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ച് ആ പേനകൾ ഉയർത്തപ്പെട്ട് അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തി വെച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് സമയമായി ഒത്തുവരുന്നതും സന്ദർഭമായി ഒത്തുവരുന്നത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അവിടെ നിങ്ങൾ ഇസ്ലാമിന്റെ വിശ്വാസമാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഫൈസൽ മൗലവി മടൂരികൾക്ക് മറുപടി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ശിർക്കിന് പ്രതിഫലം കിട്ടും. അവിടെ പോയിട്ട് ആ അമ്പലത്തിൽ പോയി അത് കിട്ടിയില്ലേ, ശിർക്കിന് അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച അള്ള കൊടുക്കുന്ന പറഞ്ഞത് മൂപ്പര്. അങ്ങനെ അള്ള അല്ലാത്തവരോട് പ്രാർത്ഥിച്ച അള്ള എങ്ങനെയാണ് ഉത്തരം കൊടുക്കുക? അങ്ങനെ അള്ള പറഞ്ഞോ? ഇല്ല. അമ്മക്ക് വരാനുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്തിനാ തേടുന്നത്? ഒന്നെങ്കിൽ പരലോക രക്ഷക്ക്, സ്വർഗം, നമ്മുടെ പാപമോചനമൊക്കെ കിട്ടാനല്ലേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേടുന്ന എന്തിനാ? ഈ ലോകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ, നമുക്ക് മക്കളെ കിട്ടാൻ, അസുഖം മാറാൻ, പ്രയാസം മാറാൻ, കടം മാറാൻ അല്ലേ? ഇതൊക്കെ അള്ള മുമ്പ് രേഖപ്പെടുത്തി വെക്കുന്നതല്ലേ. അല്ലെങ്കിലോ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ അതും അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത് ആ സമയത്ത് നടക്കുമല്ലോ. അതിപ്പോൾ നമ്മൾ അവിടെ പോയ ശിർക്ക് ചെയ്തില്ലെങ്കിലും ശിർക്ക് ചെയ്താലും അവരോട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നടക്കുമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കണം. അതല്ലേ ഇസ്ലാമിന്റെ വിശ്വാസം. അത് അവിടെ പോയത് കൊണ്ട് കിട്ടിയെന്നോ ആ ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹിന് പ്രാപ്തി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മനുഷ്യന്മാരെന്താ പിന്നെ ചെയ്യുക? ഇങ്ങനെയൊക്കെ ഫൈസൽ മൗലവി പറഞ്ഞു കൊടുത്തോണ്ട് പിന്നെ എന്താ സ്ഥിതി? എല്ലാവരും ഈ ശിർക്ക് അള്ളാഹു ഉത്തരം നൽകുമല്ലോ ശിർക്കിന്. അപ്പോൾ അള്ള അല്ലാത്ത മരിച്ചവരോടും മൊയ്തീൻ ശേഖിനോടും അമ്പർത്തപ്പാപ്പനോടും വിഗ്രഹങ്ങളോടും ശബരിമലയപ്പനോടും ഗുരുവായൂരപ്പനോട് വേളാങ്കണ്ണി മാതാവിനോട് ഒക്കെ പോയി പ്രാർത്ഥിക്കുക. അള്ള ശിർക്കിന് ഉത്തരം നൽകും. എന്നിട്ടോ പിന്നെ അള്ളഹാനോട് പൊറുക്കലിനെ തേടാ, പിന്നെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാറാം. കാരണം നമുക്ക് കാര്യം സാധിക്കുമല്ലോ എന്ന് വിശ്വസിക്കൂലേ? എന്താ അബദ്ധാണ് ഇയാൾ പറഞ്ഞു കൊടുക്കണേ? അങ്ങനെ കിട്ടൂല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അള്ളാഹു ഉത്തരം നൽകൂല, അവരും നൽകൂല, അള്ളാഹു നൽകൂല എന്ന് പറയണ്ടേ? അങ്ങനെ ശിർക്കിന് പ്രതിഫലം കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചത് മുമ്പ് തന്നെ അള്ളാഹു രേഖപ്പെടുത്തി നിങ്ങൾക്ക് വിധിച്ചതാണ് വന്നത്. അത് ഈ സമയമായി ഒത്തു വന്നതാണ്. അല്ലാതെ നിങ്ങൾ ഇവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹ് ഉത്തരം നൽകിയതല്ല, ശിർക്കിന് പ്രതിഫലം നൽകിയല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇനി നേരെ ഉൾട്ട പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആളുകൾ എന്ത് വിശ്വസിച്ചത്? ഇങ്ങനെ ശിർക്ക് ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കും. പിന്നെ അത് കിട്ടുമെന്ന് വിചാരിച്ച് അയിമക്ക് പോയി പിന്നെ പൊറുക്കലിനെ തേടിയ പോരെ? എന്തൊരു അബദ്ധമാണ് ഫൈസൽ മൗലവി പറഞ്ഞു കൊടുത്തത്. അത് അദ്ദേഹം തിരുത്തട്ടെ. അദ്ദേഹത്തിന് തെറ്റുപറ്റിയാണെങ്കിൽ തിരുത്തട്ടെ.